മറ്റൊരു വാർത്തയിലേക്ക് അബ്ദുൾ റഹീമിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ 34 കോടി രൂപ മോചനദ്രവ്യം സമാഹരിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ. എത്രയും വേഗം തന്നെ പണം കൈമാറി റഹീമിനെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബവും സഹായ സമിതിയും. ഇന്ത്യൻ എംബസി ആയിരിക്കും പണം കൈമാറുക. ഇതിൻ്റെ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഇതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്ന അർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ആവേശപൂർവ്വമായി ഇത് കൊണ്ടാടുന്ന ഒരു ഘട്ടത്തിലാണ്. എന്തൊക്കെയാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? ഒരുപക്ഷെ ഈ റഹീമിനെ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട ആദ്യം വാർത്ത നൽകുന്നത് കേരള വിഷനാണ്, ആ ഉമ്മയുടെ ദുരിതാവസ്ഥയെ മുൻനിർത്തി. തീർച്ചയായും അജിംഷാദ്, ഇനിയിപ്പോൾ എന്തായാലും 34 കോടി എന്ന വലിയ ഒരു സംഖ്യ സമാഹരിക്കാൻ സാധിച്ചു. അത് മലയാളികളുടെ ഒരു മനസ്സ് തന്നെയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ മലയാളികൾ വീണ്ടും കൈകോർത്ത് ഇത്രയും വലിയൊരു തുക സാധ്യമാക്കിയപ്പോൾ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് കേരളത്തെ വിമർശിക്കുന്നവർക്ക് മറുപടി നൽകാൻ കഴിഞ്ഞു. അല്പം മുൻപ് ഈ റഹീമിന്റെ വീട്ടിലെത്തിയ ജിഫ്രി തങ്ങൾ പറഞ്ഞതും അതുതന്നെയാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾക്കും അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുമുള്ള മറുപടിയാണ് ഈ ഒരു 34 കോടി രൂപ ഒറ്റക്കെട്ടായി സമാഹരിക്കാൻ സാധിച്ചത്. മതമുള്ളവനും ഇല്ലാത്തവനും പരസ്പരം സഹായിക്കുന്ന ഇടമാണ് കേരളം. മതമില്ലാത്തവർ പോലും മാനുഷികമായ പരിഗണന പ്രകടമാക്കിയ ഒരു സംഭവമാണ് ഇത് എന്ന്, മതസൗഹാർദ്ദത്തിന്റെ ഉദാഹരണമാണ് എന്ന് ജിഫ്രി തങ്ങളും അല്പം മുൻപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ അബ്ദുറഹീമിന്റെ മാതാവ് അവരും കേരള വിഷൻ ന്യൂസിനോട് അല്പം മുൻപ് പ്രതികരിച്ചിരുന്നു. അവർ പറഞ്ഞത് തന്റെ മകനെ ഒന്ന് നേരിൽ കാണാൻ താൻ ദുആ ചെയ്ത് കാത്തിരിക്കുകയാണ്, അതായത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണെന്ന് ആ ഉമ്മ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രതീക്ഷയാണ് ഇനിയുള്ളത്. കാരണം ഇനിയിപ്പോൾ അബ്ദുറഹീം തീർച്ചയായും, അതായത് റിയാസ് KMR, ഈ 2 ദിവസം മാത്രമേ ഉള്ളൂ ഈ ബ്ലഡ് മണി നൽകാനുള്ള അവസാന സമയം അവസാനിക്കുന്ന 2 ദിവസം മാത്രമേ ഉള്ളൂ എന്നാണ് പൊതുവിൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയും വേഗം ഈ പണം എംബസി വഴി കൈമാറേണ്ടതുണ്ട്. താമസം വന്നാൽ ഇതിൻ്റെ പ്രയോജനമില്ലാതെ പോകും. അങ്ങനെ ഒരു വലിയ ആശങ്ക അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം അവിടെ നിലനിൽപ്പുണ്ട് റിയാസ്, അല്ലേ? എന്തായാലും അത്തരം ആശങ്കകളൊക്കെ ഇപ്പോൾ നീങ്ങി വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇത്രയും വലിയൊരു തുക സമാഹരിക്കാനുള്ള ഒരു ഏപ്രിൽ 16 ഏറ്റവും കൈമാറാനുള്ള അവസാന തീയതിയായി കോടതി പറഞ്ഞിരുന്നത്. എന്നാൽ വാദിഭാഗം പറയുന്നതിനനുസരിച്ച് കോടതിക്ക് ഇതിൽ നീട്ടി നൽകുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കാനാകും. അത് ഇപ്പോൾ ഈ 34 കോടി രൂപ സമാഹരിച്ച വിവരം വാദിഭാഗം അഭിഭാഷകരെ ഇന്നലെ തന്നെ ഈ അബ്ദുറഹീം നിയമസഹായ സമിതി ഭാരവാഹികളെല്ലാം തന്നെ ഇവരുടെ അഭിഭാഷകർ മുഖേന അറിയിച്ചിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ മോചനദ്രവ്യം 34 കോടി എന്ന രീതിയിൽ അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ഈ അബ്ദുറഹീം നിയമസഹായ സമിതി കഴിഞ്ഞ 18 വർഷമായി അവർ ഇതിന്റെ ഒരു പോരാട്ടം നടത്തി വരുന്നു. അവർ നടത്തിയ ഇടപെടൽ അത് വാദിഭാഗം അഭിഭാഷകരുമായി സംസാരിച്ചതിന്റെ പേരിൽ ആ വാദിഭാഗം അഭിഭാഷകരുടെ കൂടി നല്ലൊരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ 34 കോടി രൂപ മോചനദ്രവ്യം നൽകിയാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി റഹീമിനെ ശിക്ഷാ നടപടികളിൽ നിന്നും പൂർണ്ണമായി വിടുതൽ ചെയ്യാമെന്നൊരു രീതിയിലേക്ക് കോടതിയും തീരുമാനമെടുക്കുന്നത്. എന്തായാലും ഈ ഒരു 2 ദിവസം എന്നുള്ളത് വാദിഭാഗത്തോടുകൂടി സംസാരിച്ച ഒരു സാഹചര്യത്തിൽ നീട്ടിക്കിട്ടും എന്ന് തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പ്രക്രിയകൾ എന്നുള്ളത് ഇപ്പോൾ ലഭിച്ച ഒരു തുക നിയമസഹായ സമിതിയുടെ അക്കൗണ്ടിലേക്ക് വന്ന 34 കോടി 45 ലക്ഷം രൂപ നേരെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഒരു ചെറിയൊരു കാലതാമസം എന്തായാലും എടുക്കും. കാരണം അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നയങ്ങൾക്ക് അനുസൃതമായി ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അത് അടുത്ത ദിവസം തന്നെ സാധ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇങ്ങനൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ RBI അറിയിക്കുകയും RBIയുടെ അനുമതി വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇവർ ഇത്തരമൊരു പ്രക്രിയകളെല്ലാം തന്നെ തുടങ്ങിയത്. നിലവിൽ ഇപ്പോൾ ഈ നിയമസഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സൗദിയിലെ പ്രവർത്തനങ്ങൾക്ക് അഷ്റഫ് വേങ്ങാടിനെ, ഇതിന്റെ ഗൾഫ് കോർഡിനേറ്ററാണ് അദ്ദേഹം, സൗദി KMCCയുടെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ്. തുടക്കം മുതൽ തന്നെ ഇടപെടുന്ന അഷ്റഫ് വേങ്ങാട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യൻ എംബസി വഴിയാണ് ഈ പണം കൈമാറുക എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയാണ്
അതിന്റെ ഒരു നിയമപരമായ പ്രക്രിയ. പിന്നീട് ഇത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസിയുടെ ഫണ്ടിൽ നിന്നാണ് ഈ 34 കോടി രൂപ പിന്നീട് കോടതി മുഖേന വാദിഭാഗത്തിന് കൈമാറുക. ആ ഒരു പ്രക്രിയകളാണ് ഇനി നടക്കാനുള്ളത്. അത് കാലതാമസമില്ലാതെ തന്നെ നടക്കും. എന്തായാലും അബ്ദുറഹീമിന്റെ മോചനം അതിവേഗം സാധ്യമാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു ഉമ്മ. അന്ന് നമ്മൾ കണ്ടതാണ് കേരള വിഷൻ ന്യൂസിന്റെ വാർത്തയിൽ ആ ഉമ്മയുടെ കരച്ചിൽ, ആ ഉമ്മയുടെ വേദന, ആ നീറ്റിൽ തന്നെയാണ്, ആ കണ്ണീർ തന്നെയാണ് ഓരോ മലയാളിയുടെയും ഹൃദയത്തിനകത്തേക്ക് തുളഞ്ഞു കയറിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ തുളഞ്ഞു കയറിയ കണ്ണീർ അതിന് അറുതി വന്നിരിക്കുന്നു. ഉമ്മ പതിയെ ചിരിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും മകനെ പ്രതീക്ഷയോടെ തീർച്ചയായും റിയാസ് കെ മാറാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും റഹീമിന്റെ മോചനം സാധ്യമാക്കുന്നതിന്റെ ഇടപെടലുകൾ 34 കോടി എന്ന വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ് ഒരുപക്ഷെ കേരളം ഒന്നിച്ച് കൈകോർത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗങ്ങൾക്കും അതീതമായി രൂപപ്പെട്ടത്. കേരളത്തിൻ്റെ ആ കൈയുടെ കരുത്താണ് തീർച്ചയായും ഇവിടേക്ക് രൂപം കൊള്ളുന്നത്. എന്തായിരുന്നാലും റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടപടിക്രമങ്ങളുമാണ് ഇനി ബാക്കിയുള്ളത്. അത് എംബസി വഴി നീങ്ങുകയാണ്. സഹായ സമിതിയുമൊക്കെ ഇതിൻ്റെ വിവരങ്ങൾ അറിയിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സമഗ്രമായി റിയാസ് കെ മാർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.